ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. 4G സാറ്റലൈറ്റ് വരെ നാം പറഞ്ഞു. അടുത്ത വരാൻ പോകുന്നു മനുഷ്യൻ്റെ കൈകളിലേക്ക് ഒരു മുദ്ര. അതിൻ്റെ അർത്ഥമാ വെളിപ്പാട് 13, 16, 17, 18 ഇന്നത്തെ വാക്സിൻ സർട്ടിഫിക്കറ്റ് മാറാൻ പോകുന്നു. അത് കൈകളിലേക്ക് മുദ്രയായി വരാൻ പോകുന്നു. ശ്രദ്ധയോടെ 20 മിനിറ്റ് കൂടെ നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾ ദൈവനാമത്തിൽ വചനം കേൾക്കണം. ഇനി അടുത്ത സമയത്ത് ഇങ്ങോട്ട് വരാൻ എനിക്ക് സമയമില്ല. ഇതൂടെ 5G കൂടെ പറഞ്ഞില്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അതുകൂടെ പറയുമ്പോൾ അവസാനിക്കാം. 4G സാറ്റലൈറ്റിൽ ഇതുവരെ വന്നിരിക്കുന്നത് പാസ്പോർട്ടിലെ RFID ചിപ്പ്. ഇനി 5G വരുമെങ്കിൽ മനുഷ്യൻ്റെ കൈകളിലേക്ക് ഒരു മുദ്ര. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം ഒരു കാർഡിൽ. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ത്യ കൊണ്ടുവരുന്നു ആരോഗ്യം വിരൽ തുമ്പിൽ ആയുഷ്മാൻ. കേട്ട വല്ലവരുമുണ്ടോ? ആയുഷ്മാൻ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് അത് ഇന്ത്യ കൊണ്ടുവരുന്നു. എന്താ കാര്യം? ഇത് അമേരിക്കയിൽ ആദ്യം അമേരിക്കയുടെ പ്രസിഡന്റ് കൊണ്ടുവന്നു ഒബാമ ഹെൽത്ത് കെയർ. ആ ഒബാമ ഹെൽത്ത് കെയർ അമേരിക്കയിലെ വൈറ്റ് ഹൗസിലിരിക്കുന്ന ബ്ലാക്ക് മാനായ ഒബാമ ചിപ്പ് വച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയും അതിൻ്റെ മറപറ്റി ഇപ്പോൾ കൊണ്ടുവരുന്നു. എന്താ സംഭവമെന്നറിയാമോ? മനുഷ്യൻ്റെ കൈമേൽ ഒരു ചിപ്പ് കൊടുത്താൽ മോണിറ്റർ ചെയ്യാം. എന്നും RT-PC എടുക്കാൻ പറ്റുമോ? എന്നും QR കോഡ് എടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വാക്സിൻ തരാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എല്ലാ ദിവസവും ഈ കോവിഡ് വാക്സിൻ തരാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ മൈക്രോസോഫ്റ്റിൻ്റെ തലവൻ, ആ ഭാര്യയുടെ പേരാ മെലിൻഡ ഗേറ്റ്സ്, ബിൽ ഗേറ്റ്സിൻ്റെ ഭാര്യ. ആ അമ്മാമ്മയുടെ ഏറ്റവും വലിയ പരിപാടി തല കുരിശ് തിരിച്ചിട്ട് ആരാധിക്കുന്ന ഒരു സ്ത്രീയാ ഈ മെലിൻഡ ഗേറ്റ്സ്. അവരാ ഡീപോപ്പുലേഷൻ, ജനസംഖ്യ കുറയ്ക്കണം. സ്വോത്രം മിണ്ടുന്നില്ല. അതുകൊണ്ട് ആ ബ്രിട്ടനിൽ കോവിഡ് രോഗം വന്നപ്പോൾ അമ്മാമ്മ പറഞ്ഞ് 70 വയസ്സുള്ള വല്യപ്പന്മാരെല്ലാം ചാവട്ടെന്ന്. സ്വോത്രം അമ്മാമ്മ പറഞ്ഞത് ചെറുപ്പക്കാരെല്ലാം റെഡിയാക്കാൻ. ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസനെ കാണുന്നില്ല. ജോൺസൺ ആൻഡ് ജോൺസൺ എവിടെ? വാക്സിൻ കമ്പനി. അവർ ഒരു വാക്സിൻ ഉണ്ടാക്കാൻ പോകുന്നു. പക്ഷേ വാക്സിൻ എടുത്തവർക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് അല്ല. ഈ ഷിഗല്ലയ്ക്കും ക്രോമിയം ബെർലിയം വൈറസ് നിയോകോവ് ഇനി വന്നിട്ടുള്ള ഏത് രോഗവും പ്രിവെന്റീവ് ചെയ്യുവാൻ അവരൊരു വാക്സിൻ ആഡ് ചെയ്യും. പക്ഷേ വാക്സിൻ ആഡ് ചെയ്യുമ്പോൾ കയ്യിൽ നാം മുദ്രയേക്കണം. മിണ്ടുന്നില്ല. 1 കൊരിന്ത്യർനകത്ത് 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, സർപ്പം ഹവ്വയെ ഉപായത്തിൽ. പാസ്റ്റർമാരെ ആരെ നാവ് ഉയരുന്നില്ല. സ്വോത്രം. 24 മാസം ഒരു കോവിഡ് ആയപ്പോൾ എൻ്റെ അച്ചായ ഡ്രമ്മുകൊട്ടും പോയി, അന്യഭാഷയും പോയി, എല്ലാം പോയി. 1 വർഷവും കൂടെ നിന്നിരുന്നേ പത്രോസിനെ പോലെ നമ്മളും വല്ല മീൻ പിടിക്കാൻ പോയാൽ. സ്വോത്രം. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ പിശാച് ആരാ? ഓഷ്കും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അപ്പനുമാ. അങ്ങനെയെങ്കിൽ അവൻ കൊണ്ടുവരാൻ പോകുന്നു കൈകളിന്മേൽ ചിപ്പ്. അതിനാധാരമായി വരാൻ പോകുന്നു 5G സാറ്റലൈറ്റ്. ചിപ്പ് എടുക്കുന്നവൻ്റെ കയ്യെ 5G സാറ്റലൈറ്റ് വഴി കൊണ്ടുവരും. നിങ്ങൾ ഈ വൻകിട മാളുകളിൽ പോകുമ്പോൾ ഗേറ്റ് വല്ലവരും തുറക്കണോ? ഒന്ന് കൈ ഉയർത്തിയാട്ടെ. ഈ ഗ്ലാസ് ഡോർ തന്നെ തുറന്നു വരത്തില്ല. സന്തോഷമില്ലേ സഹോദരന്മാർക്ക്? സ്വോത്രം. കണ്ടോ? നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ദാണ്ട ഗ്ലാസ് ഡോറിൽ ഒരു ക്യാമറ കാണും. കോഴിക്കോട് റിലയൻസ് ബിഗ് ബസാറൊക്കെ തന്നെ തുറക്കത്തില്ലേ? അതുപോലെ കയ്യിൽ മുദ്ര വച്ചാൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ CISF ക്യാമറ കാണിക്കുമ്പോൾ എവരിതിങ് ഓക്കെ, ഡോർസ് ഓപ്പൺ. വാക്സിൻ എടുത്തോ, ചൂടെടുത്തോ, ഒന്നും വേണ്ട. അതിൻ്റെ സിസ്റ്റം RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ചിപ്പ് വെച്ച് മനുഷ്യന് വാച്ച് ചെയ്യാം. അതിൻ്റെ ഇൻ്റർനെറ്റ് അതിവേഗ ഇൻ്റർനെറ്റ് വഴി 5G സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം. ഇനി സയൻസ് കേട്ടുകൊണ്ടേയിരിക്കണം. 18 അല്ല 20 മിനിറ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്തു തരാം. ബൈബിളിനകത്ത് അങ്ങനെ ഉണ്ടോ? മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് 100 ബ്ലഡിൻ്റെ നെർവസിൻ്റെ സിസ്റ്റം എടുക്കും. വായിക്കാം. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ്. വായിച്ചാട്ട് മക്കളെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവെഴുത്ത്. വെളിപ്പാട് 13, 10-ാമത്തെ തിരുവെഴുത്ത്. വായിച്ചാട്ട് മക്കളെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അങ്ങനെ വല്ലൊരു അടിമയായി പോയോ? പണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിന് രോഗമായിരുന്നു, ക്യാൻസർ സെൻ്ററിൽ കുറേ പേരെ സഹായിക്കാൻ പോകുമായിരുന്നു. അവിടുത്തെ സിസ്റ്റർമാരെന്നോട് പറയുന്നത്, പാസ്റ്ററെ മാസ്ക് കെട്ടിക്കൊണ്ട് കയറി, ഇവിടെ കീമോതെറാപ്പി ഭയങ്കര. ഞാൻ സിസ്റ്ററോട് പറയും വേറെ ജോലി നോക്കാം. സ്വോത്രം. കോവിഡ് വന്നപ്പം ആരെങ്കിലും പറഞ്ഞു വിശ്വാസികൾ 2 മാസ്കേ വെച്ചോളൂ, ഞങ്ങൾ പാസ്റ്റർമാർ 3 ലെയറാണ് കെട്ടിയത്. സ്വോത്രം. ഇരിക്കട്ടെ. സ്വോത്രം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടുത്തത് വാളാൽ. വായിച്ചാട്ട് മോളെ. അടുത്തത് വെളിപ്പാടായത് വാളാൽ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ
വാളാൽ മരിക്കേണ്ടി വരും. ഇത് ഈ കോവിഡ് കാലത്ത് IS-ന്റെ കാര്യമായി പറയുന്ന വാളാൽ മുറിവേൽക്കപ്പെടും. അടുത്തത് നാം ഇതല്ല. വായിച്ചാട്ടെ മക്കളെ. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ഇതിന്റെ പേര് അന്ത്യകാലത്ത് മനുഷ്യന്റെ തലച്ചോറ് ഊറ്റിയെടുക്കും. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് 6 മനുഷ്യന്റെ തലച്ചോറിനകത്ത് എത്ര ഘടകമുണ്ട്? ഇനി നിങ്ങൾ ടെക്നിക്കൽ സൈഡ് നോക്കിക്കോണം. ഇപ്പൊ പറഞ്ഞുതരാം. മനുഷ്യന്റെ തലച്ചോറിനകത്ത് 3 ഘടകം: സെറിബ്രം, സെറിബെല്ലം, മെഡില്ല ഒബ്ലാങ്കേറ്റ. ഇത് കണ്ടിട്ട് മറിയാമാമ ചിന്നുമോനെ വിളിക്കുന്നവന്റെ തലയെ കളിമണ്ണ മരക്കഴുതിയാന്ന്. മേരാ ഇനി അങ്ങനെ പറഞ്ഞേക്കരുത്. സ്വോത്ര എന്താ ദൈവം തലയെ വെച്ചിരിക്കുന്നത്? ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. ഇതല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 5G സാറ്റലൈറ്റ് ഉപയോഗിച്ച് മനുഷ്യന്റെ കയ്യിൽ ഒരു ചിപ്പ് കൊടുത്താൽ RTPC എടുക്കണ്ട, കോവിഡ് സർട്ടിഫിക്കറ്റ് എടുക്കണ്ട. എന്താ കാര്യം എന്നറിയോ? സാറ്റലൈറ്റ് വഴി നമ്മുടെ പാസ്റ്റർ എയർ ഇന്ത്യ വിമാനം ബുക്ക് ചെയ്യുമ്പോൾ കയ്യിലെ ചിപ്പിനെ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യും. എയർ ഇന്ത്യയോട്, എയർ അറേബ്യയോട്, എമിറേറ്റ്സിനോട് പറയും, ചൂട് 38 ഉള്ളു. അത് കഴിഞ്ഞിട്ട് കയ്യിൽ ഒരു ഇൻഫെക്ഷനുമില്ല. ചെല്ലുമ്പം ഡോറ് തുറക്കും. ഇനിയുള്ള പക്ഷിപ്പനി മഹാവ്യാധിക്കകത്ത് ലോകം രക്ഷപ്പെടണമെങ്കിൽ ഒരു വാക്സിന് ജോൺസൺ ആൻഡ് ജോൺസൺ കൊടുക്കും. ആരാ? മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽ ഗേറ്റ്സ്. ആ ബിൽ ഗേറ്റ്സ് നമ്മുടെ മോഡി സാർ ഈയിടയ്ക്ക് ബ്രിട്ടനിൽ പോയ വല്ലവരും അറിഞ്ഞായിരുന്നു? G20 ഉച്ചകോടി. അവിടെ ചെന്നപ്പം മോഡി സാർ ഇവിടെ വന്നിട്ട് ഒരു നിയമം പാസ്സാക്കിയില്ലേ? കല്യാണം എത്ര ആക്കി? കുഞ്ഞുങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. ഉടനെ അങ്ങ് കഴിക്കേണ്ട, ഉള്ള ജീവിതം പോകും. കുറച്ച് ആസ്വദിച്ചിട്ട് കഴിക്കുക. നിൽക്കട്ടെ. സ്വോത്രം. കല്യാണപ്രായം എത്രാക്കി? 21. സന്തോഷമില്ല. ഇതാരാ? ബിൽഗേറ്റ്സ് ചെവിയിൽ നമ്മുടെ ലോത്തിന്റെ ഭാര്യ ആ അച്ചായനോട് തലയണ മന്ത്രം പറഞ്ഞ പോലെ പറഞ്ഞതാ. മോഡി സാർ ഇവിടെ വന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പറഞ്ഞില്ല. ഒരു ഉച്ചയ്ക്ക് ഇന്ത്യൻ പാർലമെന്റ് എഴുതി 21 പ്രായപരിധി. ദാനിയേൽ സമയത്തെയും നിയമത്തെയും അവൻ കയ്യിലെടുക്കും. അന്ത്യകാല പ്രഭാഷണമാ. സ്വോത്രം. നിങ്ങൾ ഇതെല്ലാം കേൾക്കണം. ചെവിയുള്ളവൻ കേൾക്കണം. സ്വോത്രം. അതുകൊണ്ടാണ് ഞാൻ UN ഭരണഘടന വായിച്ചവനാ. 158 രാഷ്ട്രങ്ങൾ ഇന്നും 18 വയസ്സാ വിവാഹപ്രായം. പക്ഷേ ബിൽ ഗേറ്റ്സിന്റെ ഒറ്റ ചെവികടി പറഞ്ഞു. പാസ്റ്റർമാരും അച്ഛന്മാരും എല്ലാം പറയണമെന്ന് വാക്സിൻ എടുക്കാൻ. വായിച്ചില്ലായിരുന്നു? മോഡി സാർ ബ്രിട്ടനിൽ പോയിട്ട് വന്ന് പറഞ്ഞ ഇമ്മീഡിയറ്റ് വാക്സിൻ. കണ്ടോ? ഇതെല്ലാം പറയാൻ ആളുണ്ട്. പുള്ളിക്കാരൻ ജോൺസൺ ആൻഡ് ജോൺസനെ വെച്ചിട്ട് ഇപ്പൊ പറയാ ഏറ്റവും വലിയ കാര്യം. ജോൺസൺ ആൻഡ് ജോൺസനോട് പറയാം, ഒരു വാക്സിൻ കൂടി രോഗം വരത്തില്ല, പക്ഷെ ചിപ്പ് വെക്കണം. അതിന്റെ പേര് 6 റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നാളെ സ്കൂളുണ്ട്. കമ്പ്യൂട്ടർ ടീച്ചറോട് ചെന്നിട്ട് ഈ വാക്യം കാണിച്ചിട്ട് പറയണം, പാസ്റ്റർ സജു ചാത്തന്നൂർ പ്രസംഗിച്ചു, മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടർ വഴി മോണിറ്റർ ചെയ്യാം. എർവിൻ. സ്തോത്രം. ഒരു മനുഷ്യന്റെ മനസ്സിൽ മിനിറ്റ് എത്ര ചിന്ത വരും? 40 ചിന്ത. മണിക്കൂറിൽ എത്ര ചിന്ത വരും? 2400. ഇപ്പൊ ഇവിടെ വയ്ക്കുന്ന ഞാൻ, എൻ്റെ തല കാനഡയിൽ നിൽക്കുക, ടൊറന്റോയിൽ. സ്തോത്രം. അത്ര വേഗം മനുഷ്യന്റെ ചിന്ത. ഇതിനകത്തൊരു ചിപ്പ് കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ 2 കാര്യം ചെയ്യാം. മനുഷ്യന്റെ കയ്യിൽ ഒരു ഫിലമെന്റ് കൊടുക്കാം. പഞ്ചാബിൽ നിന്ന് വരുന്ന റൈസ്. അതുപോലെ ഒരു ഫിലമെന്റ്, അതിനകത്തൊരു ബാറ്ററി. 2 മൈക്രോ നീഡിൽ പാച്ച്. ബാൻഡേഡ് കണ്ട എത്ര പേരുണ്ട്? കൈ ഉയർത്തിയാട്ടെ. ബാൻഡേഡ് ഒന്ന് കൈ ഉയർത്തിയാട്ടെ സഹോദരന്മാര്. മുറിവിനകത്ത് ബാൻഡേഡ് ചുറ്റും. ബാൻഡേഡിനകത്ത് ഒരു മരുന്ന് വെക്കുന്നത് പോലെ 2 ചെറിയ നാനോ പാർട്ടിക്കിൾ സൂചി കയ്യിൽ വച്ചാൽ 5G സാറ്റലൈറ്റ് വഴി പേനയെ മോണിറ്റർ ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടർ വഴി മോണിറ്റർ ചെയ്യാം. അതിന്റെ പേര് 6 റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. എർവിൻ. പണ്ടിത് പ്രസംഗിച്ച ഏക്കോ. ഞാൻ ഈ ചിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ IPC മതിലിയാടി ഒരു അച്ചായനുണ്ട്, അമേരിക്കയിൽ ഇരിക്കുന്ന ആന്റി ക്രൈസ്റ്റ്. പുള്ളി എഴുതിയതാ ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു. സ്വോത്രം. അവനെ എല്ലാം ദൈവം ഒതുക്കും. സ്വോത്രം. മിണ്ടുന്നില്ല, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. സ്വോത്രം. ഇങ്ങനെല്ലാം എനിക്കെതിരെ പോസ്റ്റ് ഇട്ട് ഇപ്പം കണ്ടില്ലയോ റെഡിയായത്? സ്വോത്രം. എന്താ പണ്ട് ഇത് സജു ചാത്തന്നൂർ പറഞ്ഞാൽ പറയും, പാസ്റ്ററെ ഒരു ചിപ്പിനകത്ത് 400 ഡേറ്റ കയറുമോ? സ്വോത്രം. പണ്ട് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മുടെ ജസ്വിൻ ഇവിടെ ഉണ്ട്. പണ്ട് കോടഞ്ചേരി കൺവെൻഷൻ, ജസ്വിന് കൺവെൻഷന് പോയിട്ട് ഒരു പാട്ടിടും. 12 പാട്ടുള്ള CD. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ തുടങ്ങും. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ ഒന്ന് കറങ്ങാൻ പോകും. ഇടയ്ക്ക് CD അങ്ങ് സ്ട്രക്കായി, പാട്ടില്ല. ഷജിമാൻ പാസ്റ്ററിന് ഇത് മാറ്റിയിടാനും അറിയത്തില്ല. ഒരു വിരളക്കോ ഒരു പിടിപിടിയും. സ്വോത്രം. എല്ലാം കൂടെ. സ്വോത്രം. ഇങ്ങനാണോ ഇന്നത്തെ കാലത്ത്? ജസ്വിൻ ഒരു പിന്ന് കുത്തും. റോഷമാമ ബ്ലൗസേ കുത്തുന്ന പോലെ ഒരു പിന്ന്. അതിൻ്റെ പേരെന്തുവാ? പെൻഡ്രൈവ്. സ്വോത്രം. മിണ്ടുന്നില്ല. അതവൻ കുത്തിയാൽ മോൻ എവിടെ പോവും? വാളയാറിപ്പോ, ഇടയ്ക്ക് ദുബായി പോ. 400 പാട്ട് തീർന്നാൽ അവ ഇവിടെ വരുന്നവരെ പാടിക്കൊണ്ടിരിക്കും. കണ്ടില്ലേ ടെക്നോളജി? അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം
സന്തോഷമില്ല. നിങ്ങളെയൊക്കെ എന്നില്ല കേക്കെ ചെറിയാച്ചാൻ പറയുന്ന പോലെ ക്ലാസ് എടുത്തെങ്കിലേ ശരിയാവൂ. സ്വോത്രം. നല്ല കാര്യം പറഞ്ഞെങ്കിലേ റെഡി ആവത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും. ഒരു ഫിലമുണ്ട്. ചില അമ്മച്ചിമാർ പറയുന്ന കേട്ടില്ലോ, പാസ്റ്ററെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവൾ രാത്രിയിലിരുന്ന് പഠിത്തത്തോടെ പഠിത്തം, അവൾക്കുള്ള കൂട്ടുകാരി ഒരു പെൻഡ്രൈവ് കൊടുത്ത് അത് നോട്ട് ചെയ്യാന്ന്. പൊന്നമ്മാമെ രാത്രി കഥ തുറന്നു നോക്കണം, അവൾ കൊടുത്ത പെൻഡ്രൈവിൽ കൊച്ചി രാജാവ് ന്യൂഡൽഹിയും കണ്ടോണ്ടിരിക്കുക 3 സിനിമ. സ്വോത്രം. അമ്മച്ചിമാരും മക്കളെ ശ്രദ്ധിച്ചോണം കേട്ടോ. അങ്ങനെയെങ്കിൽ കൈക്കകത്തൊരു ഫിലമെന്റ് കയറ്റിയാൽ കാര്യം റെഡി, ഇൻസ്റ്റന്റ് കാര്യം മനസ്സിലാവും. ഇനി രോഗം എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? ഈ ചിപ്പ് വഴി പറയാം. ചിപ്പ് മോണിറ്റർ ചെയ്യാം. പണ്ട് ഞാൻ ജെയിംസ് മാസ്റ്റർ പ്രായം ചെന്നത്, ഞങ്ങൾക്ക് ഇച്ചിരി ഷുഗറുണ്ട്. പണ്ട് ഞങ്ങൾ പിന്നെ തിരുവാമ്പാടി ചെല്ലും ഷുഗർ വെക്കാൻ. പെങ്കൊച്ചൊരു ബ്ലഡ് കുത്തിയിട്ട് പറയും, പാസ്റ്റർ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ, 1.5 മണിക്കൂർ ഒന്ന് ചൂടാക്കി ഞങ്ങൾ റെഡിയാക്കി തരാം. ഇന്ന് അങ്ങനാന്നോ? എന്താ ദേ പോയി ദാ വന്നു. സ്വോത്രം. കൈ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഗ്ലൂക്കോമീറ്റർ. ഉടനെ സജു ചാത്തന്നൂരിൻ്റെ രക്തം 240. ഉടനെ ചോദിക്കുക, ഞാൻ പഠിപ്പിച്ച കൊച്ചാന്ന് ചോദിക്കുക, സാറ് അലുവ തിന്നോ കേക്ക് തിന്നോ എന്ന് ചോദിക്കും. സ്വോത്രം. ഷുഗറിൻ്റെ റീഡിങ് ഇൻസ്റ്റന്റ്. അതുപോലെ തന്നെ ഇന്ന് ലോകം മൈക്രോ ചിപ്പിന് RTPC വേണ്ട, 48 മണിക്കൂർ സമയം വേണ്ട. കൈ കാണിക്കുമ്പോൾ ഗേറ്റ് തുറന്നു വെക്കുന്നത് പോലെ അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. വെളിപ്പാട് 13:10 തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ്, മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ്, ജോൺസൺ ആൻഡ് ജോൺസന്റെ അധീനത്വത്തിൽ സർപ്പ ഹവ്വായ ഉപായത്തിൽ ചതിച്ചതുപോലെ 5G സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാൻ കാലമായി. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം. ഇന്ന് രാത്രി നെഞ്ചുകീറി 2 വാക്യം കൂടെ പറഞ്ഞ് നിർത്താം. കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. 90% പ്രവചനം നിവർത്തിയായി. ഇത് മുദ്രയിടാൻ കാലമായി. അതിനു മുമ്പ് നാഥൻ വരും. ഈ ചിപ്പ് യഹൂദൻ വെക്കുമോ? വായിക്കാം. ലേവ്യ പുസ്തകം 13:28. വേഗത്തിൽ 3 വാക്യം കൂടെ നിർത്തിത്തരാം. ലേവ്യ പുസ്തകം 13:28 വായിച്ചാട്ടെ മോളെ. ഈ ചിപ്പ് യഹൂദൻ വെക്കുമോ? ലേവ്യ പുസ്തകം 13:28 വായിക്കാട്ടെ. പുള്ളി തൊക്കിന്മേൽ. വായിച്ചാട്ടെ. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ. ബൈബിൾ ക്ലാസ് എഴുതുന്നപോലെ എഴുതിക്കോണം. കുമ്പനാട് ഹെബ്രോനിൽ പോയാൽ PJ ഡാനിയലൊക്കെ പോലും ഇത്രയും പറയത്തില്ല. അതുപോലെ നിങ്ങൾ എഴുതിക്കോന്ന് ഇന്ന് പറഞ്ഞു എഴുതി. പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും, കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും, നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പാകുന്നു. യഹൂദൻ ചിപ്പ് വെക്കത്തിൽ. അടുത്തത് വായിക്കാം. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. മതി. അവൻ പാളയത്തിന് പുറത്താ. ആരാ? യഹൂദൻ ഒരു കാലത്തും ചിപ്പ് വെക്കത്തില്ല. ഏറ്റവും വലിയ ടെക്നോളജി ആരാ? ഇസ്രായേലിന്റെ ഇല്ലയോ? അതുകൊണ്ടല്ലേ ഇവിടുത്തെ ഡ്രോണും റഡാറും ഇതെല്ലാം ഇന്ത്യ മേടിച്ചു കൂട്ടുന്നത്. കാർഗിൽ യുദ്ധം ആരാ ജയിപ്പിച്ചത്? BJP ആണോ? ഇസ്രായേൽ ഇല്ലയോ? മേജർ റവിയോട് ചോദിച്ചാൽ മതി. സ്വോത്രം. ബാലാക്കോട്ട് ആക്രമണം പാകിസ്ഥാന്റെ മണ്ടക്കിട്ട് അടിച്ചത് ആരാ? ഇസ്രായേലിന്റെ സ്പാരോ മിസൈലാ. നാട്ടുകാർ കേൾക്കട്ടെ, അത്തി തളിർത്തു, യേശു വരാറായി. സ്വോത്രം. ഇതെല്ലാം മനസ്സിലാക്ക്. അതുകൊണ്ടല്ലേ മോഡി സാറും അമിത്ഷായും പറയുന്നത് മേരാ ബായി ബെഞ്ചമിൻ നെതന്യാഹു. പക്ഷേ പുള്ളി ഒരു കുഴപ്പം കാണിച്ചു. കോവിഡ് വന്നപ്പോൾ എന്തോ ചെയ്തു? പുള്ളിക്കാരൻ പറഞ്ഞു ചിപ്പ് വെക്കണം. അപ്പച്ചന്മാരുടെ തല ചിപ്പ് വെക്കണം. ഹൈഷാൻ. കുഞ്ഞുങ്ങളുടെ തല ചിപ്പ് വെക്കണം. ഷാബ്. ബെഞ്ചമിൻ നെതന്യാഹു കസേര തള്ളിയില്ലയോ? ആരാ? എന്താ കാര്യം? മോശയുടെ കൊച്ചുമക്കൾ ഹസദിക്കും ഹർദിക്കും നെട്ടൂരി കർത്ത 10 ലക്ഷം പേരുണ്ട്. അവ ശരിയല്ലെന്ന് പറഞ്ഞു മാറ്റാൻ പറഞ്ഞു. ഈ അമേരിക്കയെ ഇന്ത്യ ഒരുമിച്ച് കരം കൊടുത്ത ബെഞ്ചമിൻ നെതന്യാഹു. അവൻ എത്ര MP-മാരുണ്ട്? 28 MP-മാർ. ഇസ്രായേൽ പാർലമെന്റിന്റെ പേര് PSCക്ക് വരുമ്പോൾ എന്നെ ഓർക്കണം, കെന്നസെറ്റ്. ആ കെന്നസെറ്റിനകത്ത് 28 MP-മാരുണ്ട്. അപ്പൊ ദൈവം വിചാരിച്ച് എവനെ ഇനി നിർത്താൻ പറ്റത്തില്ല, തള്ളാൻ പറഞ്ഞു. 49 വയസ്സുള്ള നഫ്താലി ബെനറ്റ് ഇന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. വചനത്തോട് മറുതലിച്ചാൽ ില്ല. ദൈവത്തിന്റെ ഉപദേശിക്കെതിരെ നിനക്ക് എത്ര പോസ്റ്റ് വിടാം, പക്ഷെ വചനത്തോട് മറുതലിച്ച അടി ഉറപ്പാ. സ്വോത്രം. ഇനി ആ മന്നില്ലേലും വേണ്ടിയല്ല, ഉപദേശിക്കെതിരെ നീ ഇട്ടോ, പക്ഷെ വചനത്തോട് തെറ്റിദ്ധരിച്ചാൽ അടി ഉറപ്പ്. ആര്? ശൗൽ കഴുത അന്വേഷിച്ച് പോയതാ. വഴിവിട്ടപ്പോ എന്തോ ഇതെന്നറിയാമോ? ഗിൽബോറ പർവ്വത നിരയെ വെച്ച് അവന്റെ കസേര ദൈവം തെറിപ്പിച്ചു. സ്വോത്രം. അടുത്തതാരാ? നെബൂഖദ്നേസർ ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ മഗതിയാം ബാബിലോൺ. സ്വർഗം പറഞ്ഞ താമരശ്ശേരി വനത്തിൽ പോയിരുന്ന് കാടി കുടിക്കാൻ. സ്വോത്രം. ഇന്ന് രാത്രി ഏത് ഭരണാധികാരി ദൈവത്തിന്റെ വചനത്തോർ മരുധരിച്ചാലും അവന്റെ കസേരയെ വെട്ടിമാറ്റുവാൻ യഹൂദന്റെ ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു വീട്ടിലിരിക്കുന്നു. ചിപ്പിനോട് മറുതലിച്ചപ്പോൾ കണ്ടോ? അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് പൊട്ടിയാൽ
രണ്ട് വാക്യം കൂടെ പറയാം. എന്താ ഈ ചിപ്പിനകത്ത്? പഞ്ചാബിൽ വരുന്ന ഒരു റൈസ് കെയിനകത്ത് എന്തോ ചെയ്യും? ഒരു ബാറ്ററി കൊടുക്കും, സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യും. മൈക്രോ നീഡിൽ പാച്ച്, അതിനകത്ത് ഒരു ബാറ്ററി. കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന വാച്ച്, ഇതിന് 6 മാസം കൂടുമ്പോൾ ഞാൻ ബാറ്ററി ഇടും. ബാറ്ററി മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ബാറ്ററി ഇതിനകത്ത് പൊട്ടും. മിണ്ടുന്നില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ റിമോട്ടുണ്ട്, AC-ക്കുണ്ട്, ഫാനുണ്ട്, എല്ലാത്തിനുമുണ്ട്. അത് 6 മാസത്തിൽ എവറടി മാറ്റിയില്ലെങ്കിൽ പിന്നെന്തോ അതിനകത്ത് ഒരു ആൽക്കലൈൻ ആസിഡ് ഇറങ്ങിയാൽ പിന്നെ റിമോട്ട് വേസ്റ്റ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം, അതിനു വേണ്ടിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും. മലയാളം കോടഞ്ചേരി ഒരച്ചായൻ ഒരമ്മാമ, 24-22 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അച്ചായന് 55 വയസ്സ്, ഷുഗർ. ഈ എതിർക്കസുവിൻ്റെ പട്ടാളക്കാർ വന്ന് കൈവിടപ്പെട്ടു പോയി. വാങ്ങുവാനും വിൽക്കുവാനും മുദ്ര. അതിവിടെ കൊണ്ടുവന്നില്ലേ? ഈ കോവിഡ് വന്നപ്പം വീണ ജോർജ് എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി എന്തോ പറഞ്ഞ്, 2 ഡോസ് വാക്സിൻ എടുത്തവര് മാർക്കറ്റിൽ കയറാൻ പറ്റും. അങ്ങനെ കേട്ടില്ലായിരുന്നു? കൈ ഉയർത്തുന്നില്ലല്ലോ. സ്തോത്രം. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ ഇരിക്കുന്ന ബുദ്ധിയുള്ളതാ. കണ്ണൂക്കാരെ ഒരു ചെറുപ്പക്കാരുണ്ട്, അവൻ്റെ പേരാ ജോൺ ബ്രിട്ടാസ്. ഞാൻ രാഷ്ട്രീയത്തിൽ ബിരുദം നേടിയ പുള്ളിക്കാരൻ പിണറായി സാറിനോട് പറഞ്ഞ് എല്ലാം കൂടെ ഹൈക്കോടതി പോയ ഇപ്പം തന്നെ സാറ് കുഴഞ്ഞിരിക്കുക, മര്യാദയ്ക്ക് വീണ ജോർജിനെ വെട്ടാൻ പറഞ്ഞു. സ്തോത്രം. 2-ാം ദിവസം വാർത്താ സമ്മേളനം നടത്തിയിട്ട് പിണറായി സാർ പറഞ്ഞു, ഒരു ബാങ്കിലും കാർഡും വേണ്ട, ധൈര്യമായിട്ട് ചൂട് നോക്കി കയറാൻ പറഞ്ഞു. സ്തോത്രം. വീണ ജോർജ് അവിടെ നിൽക്കട്ടെന്ന് കേട്ടില്ലായിരുന്നു? അങ്ങനെ വല്ലോ? സ്തോത്രം. നിങ്ങൾ സ്വപ്നയുടെ സ്വർണം നോക്കിക്കൊണ്ടിരിക്കുക. നാളെ രാവിലെ പോരാ, ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. സിറ്റിയിലോട്ട് പോരുന്നാൽ മതി. അന്വേഷിച്ചവരും എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞുതരാം, ബാക്കി ഞാൻ പറയത്തില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ കണ്ടോ, ഇതൊരു സ്റ്റാർട്ടിങ്ങാ. വീണ ജോർജിൻ്റെ വാക്ക് 2 ഡോസ് വാക്സിനേറ്റഡ് ഉള്ളവർക്ക് മാർക്കറ്റിൽ. അതാ പത്മോസിൽ യോഹന്നാൻ, വാങ്ങുവാനും വിൽക്കുവാനും. സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങിയോ ചായ? ഇതുകൊണ്ടാണ് ഈ ചങ്ക് കീറി ഞങ്ങൾ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് വയ്യാത്ത എന്നെ കോടഞ്ചേരി കൊണ്ടുവന്നത്. രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെ സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. മാത്യു പാസുണ്ട്. ഞാൻ മലപ്പുറത്ത് എവിടെ നിലമ്പൂര് പ്രസംഗിച്ചപ്പോൾ 1000കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ ആ പ്രസംഗം കേട്ടത്. സാക്ഷി കൂടെ നിൽപ്പുണ്ട്. ഇത്ര പേര്. അവർ ലാസ്റ്റ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ ബൈബിൾ ഇപ്പം ഇത്ര ക്ലിയറാന്ന് ഞങ്ങൾ മനസ്സിലാക്കി. സ്തോത്രം. ബൈബിളും സയൻസും ചരിത്രവും കേട്ടപ്പോൾ ഏത് മനുഷ്യൻ്റെ ഉള്ളു കത്ത്. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അകത്തളം കത്തിയതുപോലെ. അതുകൊണ്ടല്ലേ ഇന്നലെ രാത്രി കർത്തദാസ് ആരോ പറഞ്ഞു, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. കോവിഡിൻ്റെ മറവിൽ നമുക്ക് കിട്ടിയോ ഒരവസരവും കൂടെ കർത്താവ് നമുക്ക് തന്നതാ. ഇതൊരെൻഡിലേക്കാ പോന്ന്. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം തീരും, നാഥൻ വരും. അതുകൊണ്ടായി മലഞ്ചരിവുകൾ മുഴുവൻ സുവിശേഷം കേൾക്കുന്നത്. അന്ത്യകാലത്തിൻ്റെ ഇന്ന് രാത്രി കേട്ടോ, ഒരച്ചായനും ഒരു അമ്മാമയ്ക്ക് ചിപ്പ് വെക്കുക. അച്ചായൻ്റെ ബ്ലഡ് കൗണ്ട് കുറവ്. അച്ചായൻ്റെ കയ്യിലിരുന്ന് ചിപ്പ് പൊട്ടും. ആ ചിപ്പ് പൊട്ടുമ്പോൾ ഒരു പുണ്ണ് വരും. അതിൻ്റെ പേരാ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഡോക്ടർമാരുടെ എൻ്റെ പേര് പറഞ്ഞാൽ മതി. പലരും എന്നെ വിളിക്കാറുണ്ട്. പറയാം സെപ്റ്റോ വാജനിക് പുണ്ണ്, അല്ലേ രക്തപുണ്ണ്. പറയാം അങ്ങനെ ഒരു പുണ്ണ് ശരീരത്തിനകത്ത് വരുമോ? വായിക്കാം. വെളിപ്പാട് 16:2. വായിച്ചാട്ട് മോളെ കേൾക്കട്ടെ നാട്ടുകാർ. നാളെ യോഗമില്ല, 2 മിനിറ്റ് ഇരുന്നാലും ഇത് കേൾക്കട്ടെ. വെളിപ്പാട് 16:2 വായിച്ചാട്ടെ. ഒന്നാമത്തവൻ, വെളിപ്പാട് പുസ്തകം 1-ാമത്തവൻ വായിക്കാം. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. ബൈബിൾ ഉള്ളവരെല്ലാം ഒന്ന് മാറ്റും, ഇത് ചെയ്തേര്. മുദ്ര വരും. കോവിഡിൽ മൃഗത്തിന്റെ പ്രതിമ വരാറായി. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ എല്ലാവരെയും പഠിപ്പിച്ചത്. അത് മറ്റൊരിക്കൽ. അതാ ഞാൻ പറഞ്ഞത്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത്. ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ? സ്തോത്രം. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. ഇതെല്ലാം ബൈബിൾ ക്ലിയർ. എത്ര രാത്രി കോടഞ്ചേരി എന്ന് അത് അവസാനിക്കുമെന്നറിയാം. അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ വല്ലാത്ത ദുർവ്രണം. കണ്ടോ, ആൽക്കലൈൻ ആസിഡായി ലിഥിയത്തിനകത്തിരിക്കുന്നത്. അത് ശരീരത്തിൽ ഇറങ്ങിയാൽ പുണ്ണ്. ഷുഗർ രോഗിയുടെ ഈ പുണ്ണ് ചിലത് കരിയത്തില്ല, എത്ര ഇഞ്ചക്ഷൻ കൊടുക്കാനും. അതുപോലെ മനുഷ്യൻ പൊട്ടി ഒലിച്ച് വിഷമിക്കുന്ന ഒരു കാലം വരുന്നു. അതുകൊണ്ടാ ബൈബിൾ സഹിഷ്ണുതയുടെ എൻ്റെ വചനം. സന്തോഷമില്ല, നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലം. സ്തോത്രം. കണ്ടോ തീർന്നില്ല. അന്നത്തെ ഒരു അവസ്ഥ കോടഞ്ചേരിക്കാർ ലൈവിൽ കേൾക്കട്ടെ മോനെ, ഇട്ടുകൊടു ലൈവിൽ. അന്ന് മനുഷ്യൻ്റെ ക്യാൻസറിനേക്കാളും വലിയ അതിവേദനയായത്. വായിക്കാം. 16:11. ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്യാം അമ്മാമ്മമാരെ. നാളെ ചെന്ന് എല്ലാവരോടും നിങ്ങൾ പറയണം സുവിശേഷം. കോവിഡ് എന്തുവാ? 16:11 വായിച്ചാട്ട് മോളെ. വായിക്കാം. അവർ കഷ്ടത നിമിത്തം, ഈ വേദന കൊണ്ട് കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവായി സ്വർഗത്തിലെ മതി. വചനം കേൾക്കാത്തവർ
വേദന കൊണ്ട് നാവ് കടിച്ചു മുറിക്കും. മലയാളം, കർത്താവിൻ്റെ വരവിൽ ഒരു കുടുംബം കൈവിടപ്പെട്ട് ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ അച്ചായനെ വീട്ടിൽ നിന്ന് എന്താ പട്ടിയെ കോടഞ്ചേരി പഞ്ചായത്ത് കൊണ്ടുപോകുന്ന പോലെ പിടിച്ചോണ്ടു. എവിടാ? ഈ താമരശ്ശേരി വനാന്തരത്തിനകത്ത് റെസ്ക്യൂ ഹോം പാർപ്പിക്കുന്നത്. അവിടെ കൊണ്ടുപോയി ശരീരം വേദനയാ, ഈ വ്രണം കൊണ്ട് ഓടും. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? കട്ടിലിനകത്ത് ചെയിനിട്ട് ബന്ധിപ്പിക്കും. ആ ബന്ധിക്കുമ്പോൾ ശരീരം പൊട്ടും. വേദന നിമിത്തം മോർബിൻ കൊടുത്താലും ഏക്കത്തില്ല. ഇന്ന് രാത്രി കോടഞ്ചേരിയെ ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? അതുകൊണ്ട് ആ ചങ്ക് കീറി സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നത് തീർന്നില്ല. ഇന്ന് രാത്രി ചിപ്പ് വെക്കാത്തവർ എവിടെ? വെളിപ്പാട് 15:2. ഒരു വാക്യം കൂടെ പറയുമ്പോൾ നിർത്ത്. വെളിപ്പാട് 15:2. ചിപ്പ് വെക്കാത്ത ജനം എവിടെ? വെളിപ്പാട് 15:2 വായിച്ചാട്ടെ. വീതിയുടെ പളുങ്ക് പോലെ വായിച്ചാട്ട് മോളെ. വെളിപ്പാട് പുസ്തകം 15:2 വായിച്ചാട്ടെ. അടുത്ത വാക്യം. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും ആന്റി ക്രൈസ്റ്റിനോട് സോഫിയയുടെ മൂത്ത ചേട്ടത്തി വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ജയിച്ചവർ. അടുത്തത് പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ. 66. അത് മറ്റൊരു പ്രസംഗിച്ച 3 ദിവസം കൂടി ഇവിടെ കൺവെൻഷൻ നീട്ടേണ്ടി വരും. അങ്ങനെയെങ്കിൽ ആ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും, അവൻ എന്നെ ഉത്സവ വസ്ത്രം അക്കരയ്ക്കു യാത്ര ചെയ്യും. പഴയകാലത്ത് അപ്പച്ചന്മാരെഴുതിയ പാട്ട് അത്ര ക്ലിയറായി. മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ വീതിയുടെ നടുവിൽ പളുങ്ക് കടലിനെതിരെ കുഞ്ഞാടിൻ്റെ വീണകൾ മീട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഈ സത്യ സുവിശേഷം കേട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറാത്ത ആരെങ്കിലും ഉണ്ടോ? നിർത്താൻ പോവാ. ഐ വിൽ വൈൻഡ് അപ്പ് മൈ മെസ്സേജ്. തീർന്നില്ല, ഒരു ഭാഗം പോലും തീർന്നില്ല. ഞാൻ നിർത്തുക. പ്ലെയിനിൽ യാത്ര ചെയ്ത് എത്ര പേരുണ്ട്? കൈയൊന്ന് ഉയർത്തിയാട്ടെ. പ്ലെയിനിൽ സ്തോത്രം, നിങ്ങളെല്ലാം ഉണ്ട്. കരിപ്പൂരി ചെന്ന ഉടനെ വാതിൽ തുറക്കുമോ? ഇല്ല. പാസ്പോർട്ട്, എമിഗ്രേഷൻ, വിസ സ്റ്റാറ്റസ്, ബോഡി ചെക്കപ്പ്, ഫൈനൽ റൗണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലിയറൻസ് മുഴുവൻ കഴിയുമ്പോൾ നമ്മളെ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ ഇരുത്തും. പറയും, എയർ ഹോസ്റ്റസോ വല്ലവരും പറയും, പ്ലെയിൻ വരാറായി. 7 കാര്യം ചെയ്തതിന് ശേഷമേ ഒരു വാതിൽ തുറക്കത്തോളൂ. അങ്ങനെയെങ്കിൽ നിത്യതയിൽ കടക്കണമെങ്കിൽ യോഗത്തിൽ വന്നത് കൊണ്ട് പോകത്തില്ല. 7 അടിസ്ഥാന ഉപദേശം. 1, നീ രക്ഷിക്കപ്പെടണം. ഇത് പറഞ്ഞില്ലേ കർത്താവ്? നാളെ ഞാൻ കൊല്ലത്തെത്തത്തില്ല, അപ്പം കഴുത്തിന് പിടിക്കും. സ്വോത്രം. അതുകൊണ്ട് ഇത് പറഞ്ഞേ പറ്റൂ. 1, നീ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുന്ന എന്താ? യോഗത്തിൽ കൈ ഉയർത്തുന്നതല്ല. ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായി കൊണ്ട് ഏറ്റു പറയണം. രക്ഷിക്കപ്പെട്ട നീ മാനസാന്തരപ്പെടണം. എന്താ മാനസാന്തരം? പറയാ. കള്ളുകുടി, കഞ്ചാവ്, അതെല്ലാം ഉപേക്ഷിക്കണം. പുതിയ വണ്ടി, നിത്യതയിലേക്ക് എത്തുന്ന വണ്ടിയിൽ മാറിക്കയറണം. റിപ്പൻറ്റൻസ്, മാനസാന്തരപ്പെട്ട നീ അറിയായ്മയുടെ കാലങ്ങളിൽ ചെയ്ത തെറ്റിനെ ഓർത്ത് അനുതപിക്കണം. കർത്താവേ, അതുകൊണ്ട് ചിന്നമ്മാമ്മയുടെ വീട്ടിൽ ചെന്ന് തട്ടി വിളിക്കരുത്. അമ്മാമ്മയിലപ്പം കൊച്ചു പിച്ചാത്തി വെച്ചേക്കുമായിരിക്കും. അതല്ല, മുടിയമ്പുത്രം പറഞ്ഞ പോലെ കരയണം. അപ്പാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല. അനുതപിച്ച നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുങ്ങി സ്നാനമേക്കണം. പെന്തിക്കോസ് ചേരാനല്ല, ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു, സ്നാനത്തിൻ്റെ മുൻകുറി. നോഹയുടെ പെട്ടകം, സ്നാനത്തിൻ്റെ മുൻകുറി. ഇതെടുത്ത ആൾക്കാർ പിന്നെ സഭയിൽ നിന്ന് മുങ്ങി നടക്കരുത്. അതുകൂടെ പറയുമ്പോൾ പലർക്കും ദുഃഖം വരും. മുങ്ങിയിട്ട് നിങ്ങൾ പലയിടത്തും മുങ്ങരുത്. ഇന്ന് താമരശ്ശേരി, നാളെ കോഴിക്കോട്, അത് കഴിഞ്ഞ് വയനാട്, പറ്റുമെങ്കിൽ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്തും വരരുത്. 5ാമത്തെ കാര്യം, വേർപെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. സ്തോത്രം. 6ാമത്തെ കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം? തിരുമേശയിൽ പങ്കാളിയാകണം. അവൻ്റെ മരണം നമ്മളിൽ ഏകീഭവിക്കുന്നത് വരെ, അവൻ്റെ വരവ് കാക്ഷിക്കുന്നത് വരെ, അവൻ്റെ ശരീരം നമുക്കായി നുറുക്കി, അവൻ്റെ രക്തം നമ്മുടെ മറുവിലയായി. 7ാമത്തെ അടിസ്ഥാന ഉപദേശം, ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ സ്വർഗം പറയും, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ. ഈ 2 രാത്രി പ്രസംഗം കേട്ടിട്ട് ഇന്ന് രാത്രി ഞാൻ മടങ്ങുകയാണ്. മനസ്സിലാക്കണം, ഈ 7 അടിസ്ഥാന ഉപദേശത്തിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ മടങ്ങി വരിക. കമ്പാർട്ട്മെൻറ്റുകൾ നിനക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ഇന്ന് രാത്രി നിർത്താൻ പോകും ഒറ്റ വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-4.
വൈൻഡ് അപ്പ് അവർ മെസ്സേജ്. 5 മിനിറ്റ് വൈകി അവസാന രാത്രി. വായിച്ചാട്ടെ. നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതിരുന്നതും ഞാൻ അറിയുന്നു. എഫെസോസ് സഭയോട് ആത്മാവ് പറയുന്നു. അടുത്തത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന്. ദൈവദാസന്മാരെ, എൻ്റെ കൂട്ടുവേലക്കാരെ, വിശ്വാസികളെ, ആദ്യ സ്നേഹത്തിൽ നാം മടങ്ങി വരട്ടെ. പഴയതുപോലൊരു കൂട്ടായ്മ വരട്ടെ. പണവും സമ്പത്തും ഒക്കെ ദൈവം തന്നു. വന്ന വഴികൾ നിങ്ങൾ മറക്കരുത്. സഭയോട് പറയുന്ന എങ്കിലും നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞെന്നൊരു കുറവ്. വായിച്ചാട്ട് മോളെ. എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. അടുത്തത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ഇന്ന് രാത്രി വായിച്ചാട്ടെ. മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഞാൻ വരികയും. വായിച്ചാട്ടെ. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കോടഞ്ചേരിയെ, ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഇത്രയും സത്യവചനം കേട്ടിട്ട് രക്ഷയുടെ പാനപാത്രം എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വാ. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. കൊട്ടാരമായാലും മൃത്യു കടന്നു വരും. കോട്ടയ്ക്കകത്തും മരണം നിന്നെ പിടിക്കും. ആദർശനായ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഉടനെ എങ്ങും ഞാൻ പോകത്തില്ല. ആന്ധ്രയിലെ മിഷണറി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, 4 മാസം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി വരണം, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. അദ്ദേഹം ആന്ധ്രയിൽ CSI മിഷണറി മടങ്ങിപ്പോയി. 3-ാം പക്കം പത്രത്തിൽ വാർത്ത, ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ. ഇന്ന് രാത്രി സമയം നമ്മെ കാത്തു നിൽക്കത്തില്ല. സമയത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ നിത്യന്യായ വിധിക്കകത്ത് നാം അകപ്പെടത്തില്ല. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി നാഥൻ വരാറായി. ഭയപ്പെടേണ്ട, ഇന്ന് രാത്രി കർത്താവ് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം. ഇന്ന് രാത്രി കോടഞ്ചേരിയെ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുടെ വലങ്കരം അന്ത്യം വരെയും നിന്നെ പോറ്റി പുലർത്തും. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തതുകൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. മക്കളെ, ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് ഇന്ന് രാത്രി മുറുകെ പിടിച്ചുകൊള്ളുക. എൻ്റെ യേശു വരാറായി. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. എഴുന്നേൽക്കാം, കോടഞ്ചേരിയിൽ വീശുക ഈ തോട്ടത്തിനുള്ളിൽ. എല്ലാവരും, നാളെ യോഗമില്ല, ഒരു 5 മിനിറ്റ് കുഞ്ഞുങ്ങളോട് ചേർന്ന് കരമടിച്ച് നമ്മുടെ സഭ ഉണരട്ടെ. കുഞ്ഞുങ്ങൾ ഉണരട്ടെ. എൻ്റെ ദൈവമക്കൾ എല്ലാവരും അല്പസമയം കരമടിച്ച് ഇന്ന് രാത്രി പട്ടണത്തിൽ ഒരു ഉണർവ് ആരംഭിക്കട്ടെ. യെസ്, ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ. സോദര, ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാ കരങ്ങൾ മടിച്ച് അന്യഭാഷയിൽ ദൈവജനമെന്ന് ആരാധിച്ചാട്ട്. എല്ലാ കരങ്ങൾ പഠിച്ച് ഇന്ന് രാത്രി ശക്തിയോട് വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാമി പകർന്നിടുവാൻ. എല്ലാ കരങ്ങൾ പഠിച്ച് പ്രത്യാശയോടെ ഇന്ന് രാത്രി സഭ ഉണരട്ടെ, കുഞ്ഞുങ്ങൾ ഉണരട്ടെ. ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതനീർപ്പാൻ, സഭയുണരുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതനീർപ്പാൻ, സഭയുണരുവാൻ. വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. വരുന്നൊരു ധ്വനികൾ
ഒന്നിക്കാം വിശ്വാസം കൂടട്ടെ നേരും ധൈര്യം നൽകട്ടെ സാക്ഷിത്വം ഇടിച്ചു കടകാം സ്നേഹത്താൽ ഒന്നിക്കാം വിശ്വാസം കൂടട്ടെ നേരും ധൈര്യം നൽകട്ടെ ശാനരാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു ശാനരാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു ജീവതീകൾ തെളിയിച്ചു കൊള്ളുക എന്ന പാത്രം അവിഞ്ഞിടട്ടെ ജീവതീകൾ തെളിയിച്ചു കൊള്ളുക എന്ന പാത്രം അവിഞ്ഞിടട്ടെ ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുക്കി നിൽക്കും ഞാൻ ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുക്കി നിൽക്കും ഞാൻ ശാനരാജൻ വരുന്നൊരു ദേശമെങ്ങും മുഴങ്ങിടുന്നു ശാനരാജൻ വരുന്നൊരു ദേശമെങ്ങും മുഴങ്ങിടുന്നു അത്ഭുതങ്ങൾ അടയാളമേളം സത്യസഭ വെളിപ്പെടുന്നു അത്ഭുതങ്ങൾ അടയാളമേളം സത്യസഭ വെളിപ്പെടുന്നു അലറിയോടുന്നു ഭാഷ നിൽക്കുന്നു ദുഃഖരോഗം മാറുന്നു ജനം ഭൂതങ്ങൾ അലറിയോടുന്നു ഭാഷ നിൽക്കുന്നു ദുഷ്ടരോഗം മാറുന്നു ജനം ഒന്ന് ചേരുന്നു ശാനരാജൻ വരുന്നൊരു ദേശമെങ്ങും മുഴങ്ങിടുന്നു ശാനരാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു സോദരാ നീ ഒരുങ്ങിടുക ലോകം വെറുത്തിടുക വേഗം വേവിച്ചിടുക വാനിൽ പറന്നു പോകാം സോദരാ സോദരാ നീ ഒരുങ്ങിടുക ലോകം വെറുത്തിടുക വേഗം വേവിച്ചിടുക വാനിൽ പറന്നു പോകാം സോദരാ നീ ഒരുങ്ങിടുക ലോകം വെറുത്തിടുക വേഗം വേവിച്ചിടുക വാനിൽ പറന്നു പോകാം സോദരാ നീ ഒരുങ്ങിടുക ലോകം വെറുത്തിടുക വേഗം വേവിച്ചിടുക